മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഹൃദയഭൂമിയിലേക്കാണ്. വല്ലാത്തൊരു കാഴ്ചയാണ് അവിടെ. ഇതുപോലുള്ള ഒരു സ്ഥലം നമ്മൾ ഈ ഭൂമിയിൽ വേറെ ഉണ്ടോ എന്നുള്ള സംശയമാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. നമ്മളെ വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുള്ള നാനാ മതസ്ഥരായിട്ടുള്ള ആളുകളെ മറവ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ഥലം. ഇവിടെ വന്നാൽ ഈ കാഴ്ചകളൊക്കെ കണ്ടാൽ, ഈ ഭൂമിയിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ മനുഷ്യരായിട്ടുള്ള നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന കാഴ്ചകളാണ്. കാരണം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ആണും പെണ്ണും പണമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും, കുട്ടികളും എല്ലാവരെയും, അവരെ ശരീരം മുഴുവനായിട്ടുള്ളവരുണ്ട്, പകുതിയായിട്ടുള്ളവരുണ്ട്, ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടുള്ളവരുണ്ട്, എല്ലാം അതാ ഈ ഒരു ഭൂമിയിൽ അടക്കിയിട്ട് പടച്ചോൻ നമ്മൊക്കെ കാണാൻ വേണ്ടിയിട്ട്, കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒരുക്കി തന്നതാണോ എന്ന് തോന്നിപ്പോവും. അത്തരത്തിലുള്ള ഒരു ഭൂമിയാണ് ഹൃദയഭൂമി എന്ന് പറഞ്ഞത്. ഇതുപോലൊരു ഹൃദയഭൂമി നമ്മളെ ഈ ലോകത്ത് മറ്റെവിടെങ്കിലും ഉണ്ടാവുമെന്ന് ഞാനൊന്ന് ഓർത്തുപോയി. കാരണം ഓരോരുത്തരും അവരവരെ വേണ്ടപ്പെട്ടവരെ മറവ് ചെയ്ത സ്ഥലങ്ങൾ വന്നിട്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർ പരിപാലിച്ചു പോകുന്നുണ്ട് ഇപ്പോഴും. ഈ കാഴ്ചകളൊന്നും നമുക്ക് കണ്ണ് നിറഞ്ഞിട്ടല്ലാതെ നമുക്ക് കാണാൻ കഴിയൂല. 3 സഹോദരങ്ങൾ, അവർ 3 ആളും ഇതിലാണ് കിടക്കുന്നത്. അവരെ വളരെ പ്രിയപ്പെട്ടവരാരോ അവർക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ അത് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരുപാട് ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകൾ മാത്രമേ അവിടെ ഉള്ളൂ. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ജാതിയും മതവും പറഞ്ഞ് അടികൂടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ രാമനും റഹ്മാനും തോമസും ഒക്കെ ഒരു പറമ്പിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ അന്തി ഉറങ്ങുന്ന ഒരു കാഴ്ച, ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ വലിയൊരു പാഠം നമുക്ക് കാണിച്ചു തരുന്നുണ്ടെങ്കിലും തൽക്കാലം നമ്മളൊക്കെ അത് ഓർക്കും, പിന്നെ നമ്മളൊക്കെ മറക്കൂലേ. അതല്ലേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് അല്ലേ. ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ തിരിച്ച് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്തകൾ എന്താന്ന് വെച്ചാൽ, നമ്മളൊക്കെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരെ ഉപ്പമാർ ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തുക്കൾ, അതിനു വേണ്ടിയിട്ട് ഇപ്പോഴും അടികൂടുന്ന എത്ര മക്കളുണ്ട്, എത്ര കുടുംബങ്ങളുണ്ട്. നമ്മളുണ്ടാക്കിയ സ്വത്തോ മുതലൊന്നുമല്ല, ആരോ ഉണ്ടാക്കിയ മുതൽ ഊരി വെക്കുന്നതിന് വേണ്ടിയിട്ട് കച്ചറ കൂടി അടിയും പിടിയും കുത്തും വെട്ടും കൊലപാതകവും നടക്കുന്ന നമ്മളെ ഈ നാട്ടിൽ അയൽവാസികൾ തമ്മിൽ ഒരിത്തിരി ഭൂമിക്ക് വേണ്ടിയിട്ട് സ്വന്തം ഭൂമിയുടെ അടുത്ത് നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് അവൻ്റേത് കുറച്ചൊരിത്തിരി ഭൂമി ഇങ്ങോട്ട് പിടിച്ചെടുക്കുന്ന എത്ര കാഴ്ചകൾ നമുക്ക് ചുറ്റും ഇപ്പോഴും നടക്കുന്നുണ്ട്. അവരൊക്കെ ഇതൊക്കെ ഒന്ന് കാണണം. ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുടക്കിയിട്ട് വീടുകളും സമ്പാദ്യങ്ങളും ഉണ്ടാക്കിയത് എല്ലാം ഒരു നിമിഷം, ഒരൊറ്റ മണിക്കൂർ കൊണ്ട് എല്ലാം ദരിദ്രനായി മാറിയ ഒരുപാട് ആളുകളെ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഇത്രയേ ഉള്ളൂ ഭൂമി, ഇത്രയേ ഉള്ളൂ നമ്മളെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. ഈ അങ്ങാടിൻ്റെ ഒരു പഴയ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്ത് സജീവമായിട്ടുള്ളൊരു അങ്ങാടിയായിരുന്നു അല്ലേ. വൈകുന്നേരങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ ആളും ബഹളും, പണി കഴിഞ്ഞ് വരുന്നവരും പോകുന്നവരും, വണ്ടിയും കച്ചവടക്കാരും സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോകുന്നവരും, അമ്പലവും പള്ളിയും എന്തൊക്കെ ഉണ്ടായിരുന്ന ഒരു അങ്ങാടിയാണ് ഇപ്പോൾ. അവിടെ ആകെ 2-3 കടകളുണ്ട്, വളരെ കുറഞ്ഞ ആളുകളുണ്ട്, ലൈറ്റും വെളിച്ചമൊന്നുമില്ല. കുറച്ച് ആളുകൾ അവിടെയും ഇവിടെ ഓട്ടോറിക്ഷക്കാരുമായിട്ട് മാത്രം അവിടെ ഉണ്ട് ഇപ്പോൾ. കണ്ടില്ലേ, ഇതൊക്കെ എന്ത് സജീവമായിട്ടുണ്ടായിരുന്ന കടകളാണ്. നമ്മളൊക്കെ വലിയ അഹങ്കാരത്തോടു കൂടി പറയുന്ന നമ്മളെ സ്വത്തും മുതലും സൗന്ദര്യവും ആരോഗ്യമൊക്കെ നഷ്ടപ്പെടാനും മാറി മറിയാനും സെക്കൻഡുകൾ മതി. പ്രിയപ്പെട്ടവരെ, സ്വത്തും മുതലും മാത്രമല്ല ജീവിതം. സ്വത്തിൻ്റെയും മുതലിൻ്റെയും പേരിൽ മാത്രം അടിയും പിടിയും കച്ചറയായിട്ട് പിണങ്ങി നിൽക്കുന്ന എത്ര ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളെ കുടുംബത്തിലില്ലേ ഒരുപാട് ആളുകളില്ലേ. അവരൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, അതൊന്നും നമ്മൾ കൊണ്ടുപോകില്ല. നമ്മൾ ഉണ്ടാക്കിയ സ്വത്തും മുതലൊന്നും നമുക്ക് ബാക്കിയായിട്ടുണ്ടാവില്ല. ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന് പറഞ്ഞാൽ. പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് അവിടെ പോയിട്ട് ആ കാഴ്ചകളൊന്ന് കണ്ടാൽ മാത്രം മതി. പിന്നെ നമുക്ക് സ്വത്തും വേണ്ട, മുതലും വേണ്ട. നമുക്കുള്ള ജീവിതം വളരെ കുറഞ്ഞ കാലമാണ് നമുക്ക് ജീവിക്കാനുള്ളത്. ആ ജീവിതം കഴിവിന്റെ പരമാവധി മറ്റുള്ളവരോട് നല്ല രീതിയിൽ നിന്നിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ സ്നേഹിച്ച് പരസ്പരം കുടുംബത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നോക്കുക. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് വിറങ്ങലിച്ച മനസ്സോട് കൂടിയിട്ട് രാത്രി ഒരു 8:30 മണിയോടുകൂടി ഞങ്ങൾ അവിടുന്ന് ചുരം ഇറങ്ങിപ്പോന്നു.